ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. എന്തൊക്കെയുണ്ടടാ? +2 കമ്പ്യൂട്ടർ സയൻസ് സ്കൂളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ +2 കമ്പ്യൂട്ടർ സയൻസിൽ എന്തൊക്കെ ഇപ്പോൾ ചാപ്റ്റർ 1, 2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ചില സ്കൂളുകളിൽ 2 ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 പാർട്ടൊക്കെ ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മുടെ ഈ +2 ഉടനീളം എന്തൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇടാൻ വേണ്ടി മാത്രമാണ് ഈ സെക്ഷൻ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താണ് +2 കമ്പ്യൂട്ടർ സയൻസ്, എന്താണ് ബയോളജി? നമ്മൾ അങ്ങനെ കമ്പാരിസണിലേക്ക് ഇനി പോകുന്നതിൽ അർത്ഥമില്ല, കാരണം നമ്മൾ +2 എത്തിയിട്ടുണ്ട്. അപ്പോൾ +2 കമ്പ്യൂട്ടർ സയൻസിൽ എന്തൊക്കെയാണ്, എന്താണ് 60+20+40? ഒന്നുമല്ലടാ, നമ്മുടെ ഈ +2 നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് 120 മാർക്കിനാണ്. എന്താണ് സർ 120? 60 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന എക്സാം അല്ല, ടേം എവല്യൂഷനാണ് അല്ല. അതേപോലെ 20ൻ്റെ കേസിൽ C മാർക്കാണ്, ഡയറക്റ്റ് തരുന്നതാണ്. 40 മാർക്ക് ഇഡനായിട്ട് +1 കാണാത്ത ഒരു സാധനം, ദാറ്റ് ഈസ് കോൾഡ് പ്രാക്ടിക്കലാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പം സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ടാവും പ്രാക്ടിക്കൽ. നമുക്കൊന്ന് കംപ്ലീറ്റ് ഒരു ഔട്ട്ലൈൻ അടിക്കാം അല്ലേ. ഫസ്റ്റ് 60, എന്താണ് ഫസ്റ്റ് 60? T മാർക്കാണ്. നിങ്ങൾക്ക് എഴുതേണ്ട എക്സാം 12 ചാപ്റ്റേഴ്സാണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉമായിട്ട് 12 ചാപ്റ്റേഴ്സാണ്. ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പല കളർ കോഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല, നമ്മുടെ +2 കാലഘട്ടത്തിൽ 5 ലാംഗ്വേജാണ് നമുക്ക് പഠിക്കാനുള്ളത് ഉടനീളം. C++ ഡിസ്കസ് ചെയ്യാണ്ട്, HTML ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, SQL ഉണ്ട്, അതേപോലെ PHP ഉണ്ട്. 5 ലാംഗ്വേജ് ഉണ്ട്. ചിലത് ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഒന്നുമല്ല, ആ റൗണ്ട് ചെയ്തത് തിയറിയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ആണ്. 8 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ്. ചാപ്റ്റർ 2ൻ്റെ കേസിൽ റൗണ്ട് ഇട്ടത് ജസ്റ്റ് ഒരു തിയറി ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഊപ്പ് എന്ന് പറയും, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പല സ്കൂളിലും ചിലപ്പം ഈ 3 വരെ എത്തിയിട്ടുണ്ടാവാം. 3 ഡാറ്റ സ്ട്രക്ചേഴ്സ്, വളരെ സിമ്പിൾ. ഒരു 4 അൽഗോരിതം മാത്രം പഠിച്ചാൽ മതി. അപ്പം നോക്കടാ, ഈ പാർട്ടാണ് C++. ആ ഗ്രീനിൽ മാർക്ക് ചെയ്തതാണ് C++. അതിൻ്റെ വെയിറ്റേജ് നോക്കുമ്പോൾ 15, 3, 18 മാർക്ക് അതിൻ്റെ വെയിറ്റേജ് ആണ്. എന്നാൽ ചാപ്റ്റർ 4ലേക്ക് നോക്കുമ്പോൾ 4ഉം 5ഉം കണ്ടിന്യൂഷൻ ആണ്. HTML ആണ്, 18 മാർക്ക് അതിൽ നിന്ന് മാത്രമാണ്. അതേപോലെ ചാപ്റ്റർ 6ൻ്റെ കേസിൽ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള മറ്റൊരു ലാംഗ്വേജാണ്. അതിൻ്റെ വെയിറ്റേജും 8 മാർക്കാണ്. പിന്നെ ഒരു ചെറിയ ഒരു HTML പേജ് പറയുമ്പോൾ, വെബ് പേജൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ വെബ് പേജ് ഒന്ന് എങ്ങനെ ഹോസ്റ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ്, ആ ടൈപ്പ് ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷന് മാത്രം 48 മാർക്കാണ് വരുന്നത്. എന്നാൽ പാർട്ട് 2ൻ്റെ കേസിലാണെങ്കിലോ DBMS SQL, അത് മറ്റൊരു ലാംഗ്വേജാണ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത C++, HTML, ജാവാസ്ക്രിപ്റ്റിന് ശേഷം മറ്റൊരു ലാംഗ്വേജാണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ദെൻ ചെറിയൊരു ചാപ്റ്റർ, പക്ഷെ വെയിറ്റേജ് 5 മാർക്കാണ്. PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നൊക്കെ പറയും. അതിന് എന്ത് ലാംഗ്വേജാണ്? സെർവർ സൈഡാണ്. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് സൈഡ്, അവിടെ സെർവർ സൈഡ്. 11th ചാപ്റ്റർ 2 ചാപ്റ്റർ തിയറിയാണ്, അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടിങ്ങും ICT ആൻഡ് സൊസൈറ്റിയും. അപ്പോൾ ഈ സാധനമാണ് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. നോക്കടാ, 2 പാർട്ടാണ്. ഇവിടെ 7 ചാപ്റ്റേഴ്സ്, അവിടെ 5 ചാപ്റ്റേഴ്സ് ആകുമ്പോൾ അതിൻ്റെ വെയിറ്റേജ് ഒന്ന് നോക്കണം. പാർട്ട് 1 48 മാർക്കാണ്. അപ്പം നിങ്ങൾ പാർട്ട് 1 മാത്രമേ പഠിക്കുന്നുള്ളെങ്കിൽ എന്താ സാറേ ഒരു കാൽക്കുലേഷൻ ശരിയാവുന്നില്ലല്ലോ? എടാ, 78 മാർക്കിനാണ് പരീക്ഷയ്ക്ക് വരിക. ഓർ ക്വസ്റ്റ്യൻ അടക്കം നോക്കുമ്പോൾ 78 മാർക്കാണ്. പക്ഷേ നിങ്ങൾ 60ക്ക് മാത്രമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അന്നേരം ശ്രദ്ധിക്ക്, പാർട്ട് 1 മാത്രം പഠിച്ചു പോകുന്ന കുട്ടിക്ക് 48 സ്കോർ കിട്ടും. അപ്പോൾ പാർട്ട് 2 1 or 2 ചാപ്റ്റേഴ്സ് കിട്ടിയാൽ തന്നെ ഫുൾ സ്കോർ അടിക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളാണ്. +1 ആണോ +2 ആണോ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ +1 ആണ് ബുദ്ധിമുട്ട്. കാരണം +1 ഒരൊറ്റ ലാംഗ്വേജ് പഠിക്കാനുള്ളത്. ഏത് ലാംഗ്വേജ്? C++ മാത്രം. എന്നാ +2ൻ്റെ കേസിൽ സാറേ 5 ലാംഗ്വേജ് ഉണ്ടല്ലോ. പക്ഷെ 5 ലാംഗ്വേജ് ഉണ്ടെങ്കിലും അത് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത് സെറ്റല്ലേ? C മാർക്ക് അല്ലെങ്കിൽ T മാർക്ക് സെറ്റല്ലേ? ഇനിയുള്ള 20 മാർക്ക് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 20 മാർക്ക്. ഇനി ബാക്കിയുള്ള ഒരു 40 ആണ്. ആ 40 എന്നാൽ പ്രാക്ടിക്കലാണ്. CS-ൻ്റെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് CS പ്രാക്ടിക്കൽ 20 പ്രോഗ്രാമാണ് നിങ്ങളുടെ റെക്കോർഡിൽ എഴുതേണ്ടത്. 20 പ്രോഗ്രാംസ് എന്തൊക്കെ ആയിരിക്കും സാറേ ചെയ്യേണ്ടത്? ഒന്നുമില്ലാടാ, C++ പ്രോഗ്രാമിൽ
10 പ്രോഗ്രാം ഉണ്ട്. C++ൻ്റെ ഒരു 10 പ്രോഗ്രാം ചെയ്യണം. അതേപോലെ HTML കേസിലാണെങ്കിൽ 5 പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യണം അല്ലേ. ചില സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ടാവും. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ C++ പ്രോഗ്രാമിൽ 8 പ്രോഗ്രാം +1ത്തെ നോളജ് വെച്ചിട്ടാണ്. 9th പ്രോഗ്രാം പൊതുവെ എല്ലാ സ്കൂളിലും സ്ട്രക്ചർത്തെ പ്രോഗ്രാം ആയിരിക്കും. 10th പ്രോഗ്രാം പോയിന്റേഴ്സ് ആയിരിക്കും. അങ്ങനെ 10 പ്രോഗ്രാം. HTML എടുക്കണമെങ്കിൽ ചാപ്റ്റർ 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ HTML 5 പ്രോഗ്രാം, ജാവാസ്ക്രിപ്റ്റത്തെ 1 പ്രോഗ്രാം ആൻഡ് ഫൈനലി SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് 4 പ്രോഗ്രാം. ഇങ്ങനെ 20 എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങളുടെ റെക്കോർഡിൽ സിലബസ് പ്രകാരം വേണ്ടത്. പല സ്കൂളുകളും ചിലപ്പോൾ 28, 30 ഒക്കെ ചെയ്യും. C++ എണ്ണം കൂട്ടാനുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ ടീച്ചർ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്കൂൾ അങ്ങനെയല്ലേ അത് കമ്പയർ ചെയ്യേണ്ട. അല്ലെങ്കിൽ യൂട്യൂബിൽ അങ്ങനെയല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഓൺലൈനിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ലേ, അങ്ങനെയല്ല. നിങ്ങളുടെ സ്കൂളത്തെ ടീച്ചർ എന്താണോ ഇതാണ് സിലബസ് പ്രകാരമുള്ളത്. സ്കൂളത്തെ ടീച്ചേഴ്സ് ചിലപ്പം എണ്ണം കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം, ഡിപ്പെൻസ് ഓൺ അല്ലേ, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഇനി ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് കൂടി ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. 40 മാർക്കാണ്. 40 മാർക്കിൽ 2 എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങൾ ലാബിൽ ചെയ്യേണ്ടത്. 2 എക്സ്പെരിമെൻറ്റ്. ഒന്ന് C++, ഈ 10 പ്രോഗ്രാമിലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ സ്കൂളത്തെ C++ സെറ്റത്തെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ അവർക്ക് അല്ലേ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. HTML ഓർ SQL രണ്ടും ചെയ്യേണ്ട ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് 16 മാർക്കാണ്. ഇവിടെ 16 മാർക്കാണ്, 32 ആയി. 4 മാർക്ക് വൈവ +4 മാർക്ക് റെക്കോർഡ്. ഈ രീതിയിലാണ് അവിടെ സ്പ്ലിറ്റപ്പ് ഉള്ളത്. ആ പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും ഞങ്ങളുണ്ട് കൂടെ. വളരെ ഭംഗിയായിട്ട് ടീമായിട്ട് +2 CS കേസിൽ നിങ്ങൾ പേടിക്കാൻ വേണ്ട, കൂടെയുണ്ട് എജുപോർട്സ്.